ഹലോ, രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിയും ചെമ്മീനുള്ള കറിയാണ്. ഇത് ഗ്യാസ് കത്തിക്കാം. അതിന് വേണ്ടത് തക്കാളി, ചെമ്മീൻ. മൂന്ന് പച്ചമുളക്, കറിക്ക് അധികം എരിവ് വേണ്ടേ. ഒരു കഷ്ണം ഇഞ്ചി, നല്ല മഴയാണ്, ഇത്തിരി കുറഞ്ഞു. പിന്നെ നമ്മുടെ കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചോളൂ. മൂന്ന് തക്കാളി, വെളിച്ചെണ്ണ ഒഴിച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കും. നമുക്ക് അതിൻ്റെ തക്കാളി കട്ട് ചെയ്ത് വെക്കാം. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും ആരും ചെയ്യുന്നില്ല. എനിക്ക് വ്യൂവേഴ്സ് 16,000 ആയി യൂട്യൂബിൽ തന്നെ. ഇൻസ്റ്റാഗ്രാമിൽ 9,000, 13,000 ആയി. പക്ഷെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഭയങ്കര കുറവ്. പ്ലീസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് കടുകിടാവേ. കടുക് പൊട്ടാനുള്ളൊരു സൂത്രം 2 വേപ്പിലിട്ടാൽ. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി. പച്ചമുളക് ഇടുന്നതുകൊണ്ട് നമുക്ക് എരിവ് കുറച്ച് മതിയേ. പിന്നെ ഒരു ചെറിയ മുറി തേങ്ങ അരച്ച് വെച്ചേക്കണേ. ആവശ്യത്തിന് വെള്ളം, പിന്നെ ഒരു സാധനം സവാള അരിഞ്ഞത്. സവാള എടുത്തത് നമ്മൾ 4 കഷ്ണമൊക്കെ ഇതിനകത്ത് ഇട്ടാൽ അരിഞ്ഞെടുക്കാം. പച്ചമുളക്, പിന്നെ കേബേജ്, ക്യാരറ്റൊക്കെ നുറുക്കിയിട്ടാൽ നല്ലപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് സവാള ഇടാം. അതിൻ്റെ ബ്ലേഡ് നല്ലോണം വഴറ്റണം കേട്ടോ. നല്ലോണം വഴറ്റണം കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വാടിയാൽ അത് നല്ല സ്മെല്ലുണ്ടാവും. പിന്നെ നമുക്ക് വേറൊരു സാധനം കൊണ്ട് തക്കാളിൻ്റെ കൂടെ ഇടാൻ പറ്റുക.
ഇതിലാണ് താരം. നമുക്ക് ഇഞ്ചി പച്ചമുളകും വേർക്കല്. ഞാൻ എൻ്റെ വീഡിയോസിലൊന്നും എൻ്റെ ഫേസ് അങ്ങനെ ഞാൻ കാണിക്കാറില്ല. മതിയായിട്ടാണ് അങ്ങനെ കാണിക്കാത്തത്, പേടിച്ചിട്ടുമാണ്. കാരണം ഈ പൈസ അങ്ങനത്തെ സ്ഥലമൊക്കെ യൂട്യൂബ് സമയം പോണ്ടേ നമുക്ക്. എനിക്കിഷ്ടമുള്ളൊരു കാര്യം കുക്കിംഗ് തയ്ക്കണം. അത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലോണം വാങ്ങിച്ചിട്ടൊക്കെ തക്കാളി ചെല്ലിട്ട് 3 തക്കാളി അരിഞ്ഞത്. നമുക്കിതിൽ ഉപ്പിടാവേ. നോക്കിയിട്ട് നമുക്കിത് മുളക് പൊടി ഇടാം. നല്ലോണം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാറ്. ഈ കറിക്ക് ഇത്തിരി വെളിച്ചെണ്ണ വേണം. ഒരുപാടല്ല, ഒരു 2 സ്പൂൺ. അപ്പോൾ അരപ്പൊക്കെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. നല്ലോണം കുക്കാവണം. പച്ചമണമൊക്കെ ഒന്ന് മാറി. നിങ്ങളോർക്ക് ഞാനിനി തക്കാളി ഇടാം. തക്കാളി ഇടാം കേട്ടോ. ചെമ്മീനാട്ടോ. ചെമ്മീൻ നല്ലോണം ഒന്ന് കഴിയുമ്പോൾ കറി ചീത്താവില്ല. ചുറ്റൂട്ട് ഇതിൻ്റെ കറി ബാക്കി വന്നാൽ ചീത്താവില്ല. അത് നമുക്ക് നല്ലോണം വായിക്കാം. നല്ലോണം വായിക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറി ഇച്ചിരി ബാക്കി വരുമ്പോൾ കറി ചീത്താവില്ല കേട്ടോ. പിറ്റേ ദിവസമൊക്കെ ഫ്രിഡ്ജിലൊന്നും വയ്ക്കണമെന്നില്ല. ചട്ടി തന്നെ ഒന്ന് ചൂടാക്കി വെച്ചാൽ ചെമ്മീനൊന്ന് പച്ച ചെമ്മീനും പച്ച തക്കാളി ഇട്ട് വയ്ക്കുമ്പോൾ എളുപ്പം ചീത്തായിരിക്കും. ചെമ്മീൻ കുക്കാവും. അത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. രണ്ട് തക്കാളി ഇടാം. നമ്മൾ ഇതിൽ ഇനിയിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കില്ല. നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്കാവും. ഇത് കടന്ന് തക്കാളി ചെമ്മീനോട് നല്ലോണം കുക്കായതിനു ശേഷം നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണ്ട. 2 ദിവസമൊക്കെ ഇരിക്കോട്ടെ. കറി അവിടെ വെക്കാറുള്ളതാണ്. ഇവിടെ ചോറൊക്കെ കിട്ടുന്നതാണ്. ഞാൻ കഴുകി ഒരു നനക്കിയ ഒരു കോട്ടൺ തുണിയിൽ ഇതാക്കി വെച്ചേക്കണ്ട. അപ്പം നമുക്ക് പിന്നെ കുറച്ച് ഞാൻ അധികം കിട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല കോട്ടൺ തുണി വെച്ച് തുടച്ച് ഫ്രീസറിൽ വയ്ക്കും. അപ്പോൾ ഒട്ടും വേപ്പനില്ലാത്തപ്പോൾ അപ്പോൾ അത് നമുക്ക് നേരത്തെ തന്നെ ഇടാം കേട്ടോ. കുക്ക് ചെയ്യാൻ അത് മാറ്റി വെക്കണമെന്നില്ല. കഴുകാനൊന്നും ചെയ്യണ്ട. പച്ചക്കറികളാണെങ്കിൽ ഇപ്പോൾ അധികം വാങ്ങിയാൽ ഞങ്ങൾ കുറച്ചൊക്കെ ഫ്രീസറിൽ വയ്ക്കും. അപ്പം
കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ കുക്ക് ചെയ്യുന്ന സമയത്ത് തക്കാളിയൊക്കെ നല്ലോണം ഒരുപാട് ഉടഞ്ഞ് മാഷായി പോയിട്ട് ഒന്ന് കാണണം ഒരു കഷ്ണമൊക്കെ ഇട്ട് ഒത്തിരി ഉടഞ്ഞു കൊണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് മറക്കല്ലേ. എനിക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പ്ലീസ്. നല്ലതാണ് കേട്ടോ. നമുക്ക് ക്യാബേജ്, ക്യാരറ്റൊക്കെ ചെറിയ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലോണം പ്രസ് ചെയ്താൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ വിരലൊന്നും ഇതിൻ്റെ ഇടയിൽ പോയി ജാമായി പോകും. ഒക്കെ അരിഞ്ഞത് സവാളയൊക്കെ പെട്ടെന്നൊക്കെ അരിഞ്ഞെടുക്കാൻ വെച്ചു. ഇതിൻ്റെ ബ്ലേഡൊക്കെ നമ്മൾ അപ്പം തന്നെ കഴുകി അപ്പം തന്നെ തുടച്ച് വെക്കണം, അല്ലെങ്കിൽ ചുരുമ്പെടുത്തു. നമ്മൾ തക്കാളി ചെമ്മീനും അരപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പിന്നെ നമുക്ക് അടുത്ത് തേങ്ങ ആവശ്യത്തിനുള്ള വെള്ളം. കുറച്ച് വെള്ളം ഒഴിക്കണം. കറക്റ്റ് വെള്ളമാണ് എടുത്തേക്കുന്നത്. നല്ലോണം തിളക്കട്ടെ. ചിലർ പറയാൻ തേങ്ങ അരച്ച് വെക്കണം കറി തിളയ്ക്കാൻ പാടുള്ളത്. പക്ഷെ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്തക്കണം. നല്ലോണം തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് ഇറക്കാറാകുമ്പോൾ പിന്നെ വേപ്പിലയും ഒരുപാട് വെള്ളമല്ല, എന്നാൽ ആവശ്യത്തിന് കുറുകനെ കേട്ടോ. കുറച്ച് ഉപ്പ് കൂടെ. ആ ചെമ്മീനുള്ള അരപ്പും തക്കാളിയും എല്ലാം പാകത്തിന് എടുത്തേക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറേ അരപ്പൊക്കെ അരച്ചാൽ ആ ചെമ്മീൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം 3 തക്കാളി എടുത്തേക്കണത് കാരണം 50 രൂപയുടെ ചെമ്മീനാണ്. 1/4 കിലോ ചെമ്മീൻ, 1/2 കിലോ ചെമ്മീൻ മേടിച്ച 1/4 കിലോ ചെമ്മീൻ ഇല്ലിട്ട് അതിൻ്റെ പകുതിയാണ് കേട്ടോ. സുഖമല്ല, നല്ല മഴയാണ്. കന്നിമാസത്തിൽ നല്ല അടുപ്പിച്ച് ഇങ്ങനെ പെയ്യുന്നുണ്ട്. പക്ഷെ ചൂടിനൊട്ട് കുറവുമില്ല. മതി കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ കറിയുടെ ചട്ടിയുടെ ചൂട് കൊണ്ടിട്ട് തന്നെ കറി ഒന്ന് പറ്റും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. വേപ്പില നല്ലോണം ഞെരട്ടിയിട്ടാണ് ചെയ്യുന്നത്. ചെമ്മീനും തക്കാളി നല്ല സ്മെല്ലിട്ടാ. ആ വേപ്പിലൊക്കെ ഞെരട്ടിയിടുമ്പോഴേ ഇന്നത്തെ ചോറിൻ്റെ കറി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. സൈഡൊന്നും ഇല്ലെന്ന്.
എപ്പോഴും സൈഡൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ചെമ്മീൻ കറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. നല്ല ടേസ്റ്റാ. ചെമ്മീൻ്റെയും തക്കാളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും തേങ്ങയുടെ ഒക്കെ നല്ല ടേസ്റ്റ്. മീനനുസരിച്ച് അരപ്പെടുത്താൽ മാത്രമേ മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. അത് ഏത് മീനാണ് കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ടാറ്റാ ബൈ ബൈ.